സ്വർണ്ണവിലയിൽ വലിയൊരു ചാഞ്ചാട്ടം തന്നെ തുടരുകയാണ്. ഇന്നും തുടർച്ചയായി സ്വർണ്ണവില ഉയരുന്നത് ആശങ്കയോടെ തന്നെയാണ് വ്യാപാരികളും നോക്കിക്കാണുന്നത്. എന്തായാലും നമ്മോടൊപ്പം ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാൻ സ്വർണ്ണ വ്യാപാരി അരുൺ മാർക്കോസ് കൂടെ ചേരുന്നുണ്ട്. നമസ്കാരം. ഇങ്ങനെ സ്വർണ്ണവിലയിൽ വലിയൊരു ചാഞ്ചാട്ടം അത് കുറച്ച് നാളായി തുടരുകയാണ്. ഒരു ദിവസം 2 തവണയൊക്കെ സ്വർണ്ണവില വർദ്ധിക്കുന്ന ഒരു ട്രെൻഡ്, അതും മാറി മാറി വരുന്ന കാഴ്ച കണ്ടു. പക്ഷേ ഇപ്പോഴിതാ പിടിച്ചാൽ കിട്ടാത്ത രീതിയിൽ വീണ്ടും വർദ്ധിച്ചു വരികയാണ്. പുതുവത്സരമൊക്കെ എത്തുമ്പോഴേക്കും സ്വർണ്ണവില ഇനി 1 ലക്ഷത്തിലേക്ക് എത്തുമോ എന്നൊരു ആശങ്ക ചിലരിലെങ്കിലും നിലനിൽക്കുന്നുണ്ട്. നിലവിലെ കച്ചവടം അതെങ്ങനെയാണ് ഈ ഒരു സ്വർണ്ണവിലയുമായി ബന്ധപ്പെട്ട് ബാധിക്കുന്നത്? സ്വർണ്ണ വ്യാപാരത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ സ്വർണ്ണ വ്യാപാരം ഇപ്പോഴും വളരെ മോശമായ നിലയിലാണ് തുടരുന്നത്. കാരണം ഇങ്ങനെ വിലയിലുള്ള വലിയ ചാഞ്ചാട്ടം ഒരു ദിവസം നമുക്ക് പ്രതീക്ഷയോടുകൂടി സ്വർണ്ണ വിപണിയെ ആശ്രയിക്കാൻ പറ്റാത്ത രീതിയിലാണ്. ഒരു ദിവസം ഒരു 100 രൂപ 120 രൂപയൊക്കെ ഗ്രാമിന് കൂടുന്നു. അത് 2 ദിവസം കഴിയുമ്പോഴത്തേക്ക് വില കുറയുന്നു. വീണ്ടും അതിനേക്കാൾ ഉപരിയായിട്ട് 200 രൂപയോടടുത്തൊക്കെ വർദ്ധിക്കുന്നു. ഇങ്ങനെയുള്ള സ്ഥിതിവിശേഷങ്ങൾ ജനങ്ങൾക്കിടയിൽ വളരെ ഈ സ്വർണ്ണ വിപണിയിലേക്ക് എത്തുന്നതിനും സ്വർണം വാങ്ങുന്നതിനും ഉള്ള കാര്യങ്ങളിൽ ഒരു കൺഫ്യൂഷൻ ആളുകൾക്കിടയ്ക്ക് വീണ്ടും സൃഷ്ടിക്കുന്ന ഒരു തലത്തിലേക്കാണ് പോകുന്നത്. കാരണം ഇപ്പോ നിലവിലെ വിലവർദ്ധനയുള്ള കാരണത്തെപ്പറ്റി പഠിക്കുമ്പോൾ, അതായത് ഡിസംബർ മാസം ഫെഡറൽ റിസർവിന്, അമേരിക്കയുടെ ഫെഡറൽ റിസർവിന്റെ പലിശ നിരക്ക് കുറയ്ക്കുമെന്ന് പ്രതീക്ഷ ശക്തിപ്പെടുന്നു എന്നാണ് പറയുന്നത്. അതിനെ തുടർന്ന് സ്വർണം ഔൺസിന് ഏകദേശം $4160 അടുത്ത് നിലയിലേക്ക് സ്വർണ്ണ വില എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെയാണ് ഈ വില ഇന്ന് ഇത്രയും വർദ്ധിക്കുന്നതിന് ഉള്ള ഒരു സാഹചര്യമായത്. കാരണം ഇന്നലെ വൈകുന്നേരം ഉച്ചയ്ക്ക് ശേഷം കുറച്ച് വില കുറഞ്ഞേക്കാം എന്നുള്ളൊരു സൂചനയായിരുന്നു ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഇന്നാണെങ്കിലും ഇന്ന് രാവിലെ വില കുറയുകയും അതിനുശേഷം രാവിലെ വർദ്ധിച്ചതിന് ശേഷം വിപണിയിൽ ഒരു ചെറിയ മാന്ദ്യം, വില കുറഞ്ഞേക്കാം എന്നുള്ളൊരു ട്രെൻഡ് ക്രിയേറ്റ് ചെയ്യപ്പെടുകയും സ്വർണ്ണ വിപണിയിൽ, അതായത് വ്യാപാരികളുടെ കയ്യിൽ നിന്നുള്ള സ്വർണം വിൽക്കാനുള്ള വിൻഡോയില് കുറവ് രേഖപ്പെടുത്തിയതിനെ തുടർന്ന് ആളുകൾ ആരും പർച്ചേസിങ് ഇല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തുകയും ചെയ്തു. പക്ഷെ വീണ്ടും ഉച്ച കഴിഞ്ഞ് വൈകുന്നേരം ആയതോടുകൂടി വീണ്ടും ഡിമാൻഡിന്റെ ഒരു ചെറിയ സൂചനകൾ ഒക്കെ കാണിച്ചു തുടങ്ങുന്ന ഒരു സ്ഥിതിയും ഉണ്ടായി. പക്ഷെ എന്ന് പറഞ്ഞാൽ പോലും രാത്രി സമയങ്ങളിൽ ഈ അമേരിക്കയുടെ വിപണി ഓപ്പൺ ആവുമ്പോൾ വിലയിൽ ഒരു വലിയ ചാഞ്ചാട്ടം ഈ അടുത്ത കാലത്തായിട്ട് ദർശനീയമാണ്. അങ്ങനെ ഒരു ചാഞ്ചാട്ടം ഉണ്ടാകുന്നതുകൊണ്ട് തന്നെ വിപണിയിൽ രാവിലെ വൈകിട്ടുണ്ടാകുന്ന വ്യത്യാസങ്ങൾ രാവിലത്തെ മാർക്കറ്റ് ഓപ്പണിങ്ങിൽ പ്രതിഫലിക്കുന്നു. അത് ആളുകളെ വീണ്ടും ചിന്താക്കുഴപ്പത്തിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതൊക്കെയാണ് വിപണിയിലെ ആളുകൾ വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് ആളുകൾ എത്താതെ ഇരിക്കുന്ന ഒരു സാഹചര്യം സംജാതമാക്കിയിരിക്കുന്നതെന്ന് ആണ് നമുക്ക് മനസ്സിലാക്കുന്നത്. തീർച്ചയായും ഈ പറഞ്ഞതുപോലെ തന്നെ ഇതിപ്പോൾ വ്യാപാരം അല്ലെങ്കിൽ വ്യവസായത്തിൽ വരുന്ന ഒരു വെല്ലുവിളി തന്നെയാണ്. അത് മാത്രമല്ല, ഇപ്പോൾ ഇന്ന് 1 പവൻ സ്വർണം വാങ്ങുന്നവർക്ക് ഏകദേശം 1 ലക്ഷം രൂപയുടെ അടുത്ത് തന്നെ നൽകേണ്ടി വരും. കാരണം പണിക്കൂലി, GST, ഹോൾമാർക്കിംഗ് ചാർജ് തുടങ്ങി ഒട്ടേറെ ഘടകങ്ങൾ ഇതിനെ ആശ്രയിച്ചിരിക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് ഈ സ്വർണ്ണ വ്യാപാരി എന്ന നിലയിൽ ഞാനൊരു സംശയം ചോദിക്കുകയാണ്. കാരണം എപ്പോഴും മലയാളികൾക്ക് സ്വർണം എന്നാൽ ഒരു പ്രത്യേക ഇഷ്ടം തന്നെയാണ്. മാത്രമല്ല, പുതിയ ഡിസൈനുകൾ, പുതിയ ട്രെൻഡ്, ഇതൊക്കെ തന്നെയാണ് എപ്പോഴും മലയാളികൾ ചോദിച്ചു വരുന്നത്. ഇങ്ങനെ സ്വർണ്ണവിലയിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുമ്പോൾ അങ്ങനെ ഒരു സെലക്ഷനിലേക്ക് എന്തെങ്കിലും മാന്ദ്യം അല്ലെങ്കിൽ എന്തെങ്കിലും തടസ്സം ബാധിക്കുന്നുണ്ടോ? ഇപ്പോഴത്തെ യുവതലമുറയിൽപ്പെട്ട ആളുകൾ, പ്രത്യേകിച്ച് പെൺകുട്ടികളാണല്ലോ കൂടുതൽ സ്വർണം ഉപയോഗിക്കുക. പെൺകുട്ടികൾ ഈ സ്വർണം എന്നത് ധരിച്ച് വലിയ രീതിയിൽ ധരിച്ച് നടക്കാനായിട്ട് ആഗ്രഹം കുറവുള്ള ആളുകളാണ് ഇപ്പോഴത്തെ തലമുറയിൽപ്പെട്ട ആളുകൾ. അവര് വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള, വളരെ തിന്നായിട്ടുള്ള ചെയിനുകളും തിന്നായിട്ടുള്ള ബ്രേസ്ലെറ്റുകളും ആംഗ്ലറ്റ് ആണെങ്കിലും എല്ലാം തന്നെ വളരെ വെയിറ്റ്ലെസ് ആയിട്ടുള്ള, ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ആഭരണങ്ങളാണ് പുതിയ തലമുറയിൽപ്പെട്ട ആളുകൾ ഉപയോഗിക്കുന്നത്. അതിനാൽ തന്നെ പണ്ട് കാലത്ത് ആളുകൾ എടുത്തിരുന്നത് പോലെ ഒരുപാട് ആഭരണങ്ങൾ എടുക്കുന്ന ഒരു തരത്തിലും ഒരുപാട് ആഭരണങ്ങൾ അണിഞ്ഞ് കൊണ്ട് നടക്കുന്ന ഒരു രീതിയിലും പ്രത്യേകിച്ച് മധ്യ കേരളത്തിലടക്കം ഒരു മാറ്റം ഉണ്ടായിരിക്കുകയാണ്. ഇപ്പോ നമ്മള് മലപ്പുറം സൈഡിലേക്ക് പോയാലോ അല്ലെങ്കിൽ അങ്ങനെ വേറെ വശത്തിലേക്ക് പോകുമ്പോൾ ചിലപ്പോൾ അതിനകത്തൊരു വ്യത്യാസം കണ്ടേക്കാം. പക്ഷെ എന്നിരുന്നാൽ തന്നെ
വലിയ ആഭരണങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ഒരു ട്രെൻഡിൽ നിന്ന് മാറ്റം വന്നു. ഇപ്പോ ആളുകൾ കൂടുതലായി ചെയ്യുന്നത്, ഇപ്പോ പെൺകുട്ടികൾക്ക് സ്വർണം നൽകണമെങ്കിൽ അവരത് ഈ പറയുന്ന നാണയങ്ങളായിട്ടോ അല്ലെങ്കിൽ അത് അസറ്റായിട്ട് അവർക്ക് കൊടുക്കുന്ന ഒരു തരത്തിലേക്ക്, അല്ലെങ്കിൽ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ വാങ്ങുന്നതിലേക്ക്, അല്ലെങ്കിൽ ഒരു സെറ്റ്, ഒരു ചോക്കർ അല്ലെങ്കിൽ ഒരു നെക്ലേസിന്റെ ഒരു സെറ്റ്, അതിന് ചെയ്യുന്ന കമ്മല്, വള ഒക്കെ മാത്രം വാങ്ങിക്കൊണ്ട് ഒക്കെ ഒരു വലിയ ഒരു ചേഞ്ച് ഈ സ്വർണ്ണ വിപണിയിലും ഉണ്ടായിട്ടുണ്ട്. അത് ഈ കാലത്തിന്റെ മാറ്റം. ഇപ്പൊ നമ്മള് ആളുകളുടെ ജീവിതത്തിലേക്ക് പറയുമ്പോൾ നമ്മൾ ജനറേഷൻ ഗ്യാപ്പ് എന്നൊക്കെ പറയുന്നത് പോലെ ജനറേഷനിലുണ്ടായ ഒരു മാറ്റം ഈ സ്വർണ്ണാഭരണങ്ങളുടെ നിർമ്മാണം, അതായത് വാങ്ങലിലും ഒക്കെ പ്രതിഫലിച്ചിട്ടുണ്ട്. അത് ഈ ഒരു കാലത്തും ഈ സ്വർണം വാങ്ങാൻ വരുന്ന ആളുകളിലെയൊക്കെ അങ്ങനെ പല സ്വാധീനങ്ങളിലൂടെയാണ് ആളുകൾ സ്വർണ്ണ വിപണിയിലേക്ക് തന്നെ വാങ്ങാനായിട്ട് എത്തുന്നത്. അത് ഈ ഒരു സ്വർണ്ണ വിപണിയിലെയും മാന്ദ്യത്തിന് ഒരു പരിധിവരെ ഒരു കാരണമായിട്ടുണ്ട് എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു. പിന്നെ ആളുകൾ വാങ്ങേണ്ട ആളുകൾ എന്നും വാങ്ങും. അവര് അത് അസറ്റായിട്ട് സൂക്ഷിക്കുന്നതിനും ഒക്കെ എപ്പോഴും ഏറ്റവും നല്ല ഇത് സ്വർണമായതുകൊണ്ട് ആളുകൾ അത് വാങ്ങുന്നതിന് കുറവിന്റെ ഒരു സാഹചര്യം മുന്നോട്ടാണെങ്കിൽ ഉണ്ടാവാൻ ഒരു സാധ്യതയില്ല. പിന്നെ ട്രെൻഡുകൾ മാറി വരും. ആ ട്രെൻഡുകൾക്കനുസരിച്ച് വ്യാപാരികളും മാറേണ്ട കാലത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഈ പുതിയ ന്യൂ ഇയർ ഒക്കെ വരികയാണ്. അപ്പോൾ ഇനി എങ്ങനെയാണ് ഈ ഉപഭോക്താക്കൾ ഇപ്പോൾ ഉള്ളൊരു പൈസ അല്ലെങ്കിൽ രൂപ കൂടുന്നതിനെ, വില നിശ്ചയിക്കപ്പെടുന്നതിനൊക്കെ നോക്കി കാണേണ്ടത്? അതായത് ഇനി 2026 കാത്തിരിക്കേണ്ടി വരുമോ കുറേയധികം പർച്ചേസ് ഒക്കെ നടത്താൻ ആഗ്രഹിക്കുന്നവർ? ഇപ്പോ അങ്ങനെ നമ്മള് ഈ ഒരു ഇപ്പോഴത്തെ ഒരു സ്വർണ്ണ വിപണിയെ സംബന്ധിച്ച് ഇപ്പൊ 2026 25 ഒന്നും നമുക്കൊരു പ്രഡിക്ഷൻ ആർക്കും തന്നെ ചെയ്യാൻ സാധിക്കില്ല. കാരണം 2026 കുറയുന്ന ഒരു ട്രെൻഡ് ഒരു തരത്തിലും കാണുന്നില്ല. വീണ്ടും കൂടാനുള്ള ഒരു സാധ്യത തന്നെയാണ് ഇപ്പോഴത്തെ ഇതനുസരിച്ച് മുന്നോട്ട് നിൽക്കുന്നത്. സ്വർണം വാങ്ങാനായിട്ട് ആഗ്രഹമുള്ള ആളുകൾ എത്രയും നേരത്തെ തന്നെ വാങ്ങുക എന്നുള്ളത് തന്നെയാണ് നല്ലത്. അതുപോലെ വിൽക്കാനുള്ള ആളുകളെ സംബന്ധിച്ചും ഈ വിലയിലുള്ള കൺഫ്യൂഷൻ ഇങ്ങനെ അടിപ്പെട്ട് നിൽക്കാതെ വിൽക്കാൻ ആഗ്രഹിക്കുന്നവർ എത്രയും പെട്ടെന്ന് അവരുടെ ആവശ്യങ്ങൾ അനുസരിച്ച് വിറ്റ്. കാര്യം കൂടെ ഇതിനിടയിൽ ഒരു സംശയം ചോദിക്കുകയാണ്. ഇതിനിടയിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ കുറേയധികം ഇങ്ങനെ വ്യാപാരികളൊക്കെ തന്നെ പറയുന്ന ഒരു കാര്യം, നമ്മൾക്കറിയാം പലപ്പോഴും മുൻകൂട്ടി ബുക്ക് ചെയ്യുന്ന ഒരു സംവിധാനമുണ്ട്. അത് എത്രത്തോളം ഇന്ന് പോസിബിൾ ആണ്? പല സ്ഥലങ്ങളിലും അത് നിർത്തലാക്കുന്നു എന്നുള്ള ഒരു തരത്തിൽ ചർച്ചകൾ നടക്കുന്നുണ്ട്. ബുക്കിങ്ങിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ബുക്കിങ്ങിനകത്ത് ഒരുപാട് തരത്തിലുള്ള ഓരോ കടക്കാരും അവരുടേതായ തരത്തിലുള്ള മാറ്റങ്ങൾ അല്ലെങ്കിൽ രീതികളൊക്കെ അവർ അവലംബിക്കുന്നുണ്ട്. കാരണം പലപ്പോഴും ബുക്ക് ചെയ്യുമ്പോൾ പലപ്പോഴും കുറഞ്ഞ വിലയായിരിക്കും. പെട്ടെന്ന് 1 മാസം കൊണ്ട് അല്ലെങ്കിൽ 2 മാസം കൊണ്ട് അത് വലിയ തോതിൽ വർദ്ധിക്കുമ്പോൾ അതൊരു വ്യാപാര സ്ഥാപനത്തിനെ സംബന്ധിച്ച് അവർക്കത് പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ഒരു സ്ഥിതിയല്ല. അപ്പൊ പലപ്പോഴും അവര് അതിന് ബദലായി പണിക്കൂലിയിൽ ഏതെങ്കിലും തരത്തിൽ വർധനവോ എന്തെങ്കിലുമൊക്കെ വ്യത്യാസപ്പെടുത്താതെ അവർക്കും പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമുണ്ട്. ഇങ്ങനെ അടിക്കടിക്ക് വർധനവും ഇത്രയും വലിയ തോതിൽ ഭീമമായ തോതിൽ വർധനം ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ ജ്വല്ലറികൾ പോലും അവരുടെ ഈ ബുക്കിങ്ങുകൾ നിർത്തിവെക്കാനുള്ള സാധ്യത. പിന്നെയും ഈ ബുക്കിങ്ങുകൾ തുടരുന്നതിന്റെ ഒരു കാരണം അല്ലാതെ ഒരു പ്രോപ്പറായിട്ടൊരു സ്വർണ്ണ വ്യാപാരം നടക്കുന്നില്ലാത്ത ഒരു സ്ഥിതിയുണ്ട്. അതിനെ അതിജീവിച്ച് ഈ വ്യാപാരവുമായി എങ്ങനെയും വ്യാപാരം പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ടാണ് പല ജ്വല്ലറികളും ഈ ബുക്കിംഗ് എന്നുള്ള ഈ കാര്യം പേരിനെങ്കിലും തുടർന്ന് പോകുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നന്ദി ശ്രീ അരുൺ മാക്കൂർ ഈ അവസരത്തിൽ പ്രതികരിച്ചത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.